നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി. അവിടുത്തെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു ബസ്സിലാണ് പോകുന്നത്. ഇതാ കാണുന്നതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റേഷനാണ് ഇത്, തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ഏകദേശം റോഡ് വഴിയാണെങ്കിൽ ഒരു 44 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. പള്ളിയുടെ ചരിത്രം കൂടി പറയുകയാണെങ്കിൽ ചേരമാൻ പെരുമാൾ എന്നറിയപ്പെടുന്ന താജുദ്ദീൻ ഉലമാവ് തിരിച്ച് മക്കയിലേക്ക് പോവുകയും അതിനു മുമ്പായി അവിടെ ഒരു കത്ത് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എഴുത്തുമായി വന്ന ആളെ നല്ല രീതിയിൽ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഖാദിയായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ മകനായ ഹബീബ് ഇബ്നു മാലിക് ദീനാറെ ഏൽപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം പല സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പള്ളികൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം അറേബ്യയിലേക്ക് മടങ്ങിപ്പോവുകയും അവിടെ വഫാത്താവുകയും ചെയ്തു. പള്ളിക്കകത്തുള്ള 2 മക്ബറകൾ ഹബീബ് ഇബ്നു മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെയും അവരുടെ പത്നിയുടെയുമാണ്. 11ാം നൂറ്റാണ്ടിൽ ഈ പള്ളി പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 1341 പ്രളയത്തിനു ശേഷം പുനർനിർമ്മിച്ചിരുന്നതായും പറയപ്പെടുന്നു. പിന്നീട് 1974 പള്ളിയിലെ മുൻവശം മാറ്റം വരുത്തുകയും എന്നാൽ പള്ളിയുടെ പവിത്രമായ സ്ഥാനമെന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ പഴയ അതേ രൂപത്തിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നതും. അങ്ങനെ 1994 വീണ്ടും വിപുലീകരിക്കുകയും 2001 പഴയ പള്ളിയുടെ മാതൃകയിൽ പുനർനിർമ്മാണം നടത്തുകയും ചെയ്തു. പള്ളിക്കകത്ത് പണ്ടുകാലത്ത് ഉപയോഗിച്ച വിളക്കുകളും മലയാളത്തിൽ കൊത്തിവെച്ച മാർബിളുകളും കാണാം. ചേരമാൻ ഇസ്ലാമിക് അക്കാഡമിയിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാനുള്ള ഒരു 3500 പെർ ഡേ ആണ്. അപ്പോൾ അത് നമുക്കിവിടെ ചെയ്യാം എന്നുള്ളതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു മുഴുവൻ ഭാഗവുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.